സമയം റൂമിൽ കയറി കിടന്നോട്ടാ. ഞാൻ എന്നെ കാണാൻ വന്നതല്ല, ഞാൻ കുട്ടിയെ കാണാൻ വന്നതാ. അല്ല പിന്നെ അത് നന്നായി. അമ്മായി അവളെ കാണാൻ വേണ്ടി മാത്രം വന്ന. അവരുടെ അപ്പിട്ടേക്കോ. അമ്മായി ഇതാ ഒന്ന് വൃത്തിയാക്കിക്ക്, ഞാൻ പോയി വല്ലതും കഴിച്ചേച്ചും വരാം. എടി കൈമാറി ചെയ്തിട്ട് ഇനി അതൊരു പ്രശ്നമുണ്ട്. ഈ എന്ന് ചെയ്തോ, ഞാൻ അങ്ങോട്ട് നിക്കാ. തിരിച്ചറിയാറൊന്നും ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൾ അമ്മായിനെ അടുപ്പിക്കില്ലല്ലോ. ഞാൻ കഴിച്ചിട്ട് വരാം. കഴിഞ്ഞു. ഒരു പറ ചോറുണ്ടല്ലോ. പ്രസവത്തിന് മുമ്പാണ് രണ്ടാക്കുള്ള ചോറൊക്കെ കഴിക്കുന്നത്. ഇപ്പൊ ഒരാൾക്കുള്ളത് കഴിച്ചാൽ മതി. പ്രസവമൊക്കെ കഴിഞ്ഞില്ലേ? അത് ശരി. അപ്പൊ പാല് ഞാൻ പൈപ്പ് തുറന്നിട്ടാ കൊടുക്കുന്നത്? ഞാൻ തന്നെയല്ലേ കൊടുക്കണേ. എനിക്ക് അനു കൊറേ ഫോട്ടോ കാണിച്ചു. നീ കുട്ടിയുടെ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴേ കണ്ണ് കെട്ടണ്ടട്ടോ. അതിന്റെ ഇടയിൽ ഇവളുടെ കൊറേ ഇങ്ങനെ നിന്നിട്ടൊക്കെ ഉള്ള പോസ് എന്തൊക്കെയാണ് അത്. ആൾക്കാര് കാണുമ്പോഴേ ഭയങ്കര ഇതല്ലേ. ഇങ്ങനെ ചെലപ്പോ കണ്ണൊക്കെ പെടും. സത്യത്തിൽ അവിടെയല്ല അമ്മായി, ഈ വീട്ടിൽ കയറി വന്ന് കുനിഷ്ടു പറയുന്നില്ലേ, അവരേനെ പേടിക്കണ്ടേ. അമ്മായിനല്ലാട്ടോ. FB-യിൽ ഇൻസ്റ്റയിലൊക്കെ മനസ്സിലുള്ള കുഷ്ടം നമ്മൾ അറിയാൻ പോകുന്നില്ല. ഈ ഹാർട്ടിന്റെ ഇമോജി, ഉമ്മ വയ്ക്കുന്ന ഇമോജി, അതൊക്കെ ഉള്ളൂ അതില്. ഫോട്ടോയില് കണ്ടപ്പോ എനിക്ക് കുറച്ച് അവളുടെ ചായ തോന്നി. പക്ഷെ അവൻ തന്നെയാണ് നേരിട്ട് കാണുമ്പോട്ടോ. കവിളൊക്കെ ശരിക്കും അവൻ തന്നെ. ഉള്ള ഒരു ചായയില്ല. ഏട്ടൻ അമ്മായിയുടെ ചായയാന്ന് അച്ഛൻ പറയാറ്. അപ്പനിപ്പോ വലുതാവുമ്പോ എന്റെ മോൾക്ക് അമ്മായിയുടെ ചായ വരുമോ? പ്ലാസ്റ്റിക് സർജറി വേണമെന്ന കാര്യം പറയോ? പൈസ അമ്മായി തരേണ്ടി വരും കേട്ടോ. ഇത് ചായ പോടി കിടന്ന്. നല്ല സുന്ദരി കുട്ടിയെ പോള് വലുതായി കഴിഞ്ഞാല്. 5:30 ബസ് ഇപ്പൊ പോവാറായിട്ടുണ്ടാവുമല്ലേ. ചായ പിടിക്കാനുള്ള സമയം ഉണ്ടാവുമോ എന്തോ. ഇറങ്ങാച്ചിട്ടേ ഏത് സമയം റൂമിൽ കയറി കിടന്നോട്ടാ. ഞാൻ